അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ കരുതും ഗുരുവേ. അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ കരുതും ഗുരുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം 119 സങ്കീർത്തനത്തിൻ്റെ 165 വാക്യമാണ്. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ആമേൻ. സമാധാനത്തിന് വേണ്ടിയാണ് സത്യത്തിൽ നാം പലതിനെയും ആശ്രയിക്കുന്നത്, പലയിടത്ത് പോകുന്നത്, പല കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ പിൻപിൽ മനുഷ്യർ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നൊരു സമാധാനം കിട്ടണം. പക്ഷെ ഇവിടെ പറയുകയാണ് സമാധാനമല്ല, മഹാസമാധാനം. ഈ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം ലോകം തരുന്നതിനേക്കാൾ മേൽത്തരമാണ്. യേശു ജനിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് മഹാസന്തോഷം. ദൈവം പറയാണ് മഹാസമാധാനം. സമാധാനം എന്നല്ല പറഞ്ഞേ, മഹാസമാധാനം. അപ്പോൾ ആ മഹാസമാധാനം എങ്ങനെയാ ലഭിക്കുന്നതെന്ന് ഇവിടെ പറയുകയാണ്. ദൈവത്തിൻ്റെ വചനത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം ഉണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ആയിരക്കണക്കിനുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സത്യവചനത്തിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കുക. വേദപുസ്തകത്തിൽ നമ്മൾ കണ്ടിരിക്കുന്ന വിശുദ്ധന്മാര് അവരുടെ ജീവിതത്തിനകത്തെല്ലാം പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവം അവരോട് സംസാരിക്കും. ആ ദൈവം സംസാരിക്കുന്നതാണ് വചനം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ജീവിതത്തിലൊക്കെ ഒരിക്കൽ താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹം തന്നെ മാറ്റി നിർത്തി. ആ സമയം അദ്ദേഹം ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് തിരുവചനം കണ്ടെത്തിയപ്പോൾ വലിയ സമാധാനമുണ്ടാകുകയും വലിയ വഴികൾ തുറക്കുകയും ചെയ്തു. ആമേൻ. ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, നിങ്ങൾക്കൊരു വചനം ലഭിക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു മഹാസമാധാനം ലഭിക്കുകയാണ്, നിങ്ങൾക്കൊരു വഴി തുറക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, ദൈവവചനത്തോട് പ്രിയമുള്ളത് കൊണ്ട് എനിക്ക് മഹാസമാധാനമുണ്ട്. അടുത്ത വാക്കിലേക്ക് പറയുകയാണ്, ഈ വചനമുള്ളവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ വീഴാതെ സൂക്ഷിക്കും, തകരാതെ സൂക്ഷിക്കും, നശിക്കാതെ സൂക്ഷിക്കും. യേശുവിൻ നാമത്തിൽ എന്ത് ഉറപ്പാ പറയുന്നേ, വചനമുള്ളവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ആമേൻ. നിങ്ങളുടെ ജീവിതം താളം തെറ്റാതെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ എനിക്ക് വചനം തരണേ. അങ്ങനെ വചനം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് മഹാസമാധാനം ലഭിക്കുന്നു. 2, വീഴ്ചയില്ലാത്തൊരു ജീവിതം ദൈവം തരുന്നു. ഇന്നലെ ഒത്തിരി സ്ഥലത്ത് വീണവരും തകർന്നവരും പരാജയപ്പെട്ടവരുമായിരിക്കാം. എന്നാൽ തുടർന്ന് ദൈവം തരുന്ന ജീവിതം വീഴാതെ താഴാതെ തകരാതെ മുൻപോട്ട് പോകാൻ ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ ദൈവം നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു തരികയാണ്. ആമേൻ. നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും, നിങ്ങൾ എന്നും നിലനിൽക്കും. ആ നിലയിൽ നിങ്ങളെ നിർത്താൻ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ഇന്ന് ഈ വചനം പറയുമ്പം സമാധാനമില്ലാത്ത അന്തരീക്ഷങ്ങൾ മാറട്ടെ.
സമാധാനം വരട്ടെ. വീണ് കിടക്കുന്ന ഇടത്ത് നിന്ന് നിങ്ങൾ കർത്താവിനാൽ എഴുന്നേൽക്കട്ടെ. ഇന്നലെ പറ്റിയ അബദ്ധങ്ങൾ ഇനി നിങ്ങൾക്ക് പറ്റാതെ, ഇന്നലെ വന്ന വീഴ്ചകൾ നിങ്ങൾക്ക് വരാതെ ഇരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വചനം ഞങ്ങളെ നിലനിർത്തുന്നതിന് സ്തോത്രം ചെയ്യും. കർത്താവേ, അങ്ങയുടെ വചനത്തിലുള്ള സമാധാനത്തിനായി നന്ദി പറയും. യേശുവേ, ഇനി വചനം കേൾക്കുമ്പോൾ കർത്താവ്, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ കർത്താവ് മഹാസമാധാനത്താൽ അങ്ങ് നിറയ്ക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. കർത്താവെ, വീഴാതെ വണ്ണം നിർത്തുന്ന അങ്ങയുടെ വചനത്തിനായി നന്ദി പറയും. കർത്താവ്, എല്ലാ വീഴ്ചകളിൽ നിന്ന് വിടുവിക്കുന്നതിന് സ്തോത്രം ചെയ്യും. കർത്താവ്, തളർന്നു പോയവർ എഴുന്നേൽക്കട്ടെ, വീണുപോയവർ എഴുന്നേൽക്കട്ടെ. കർത്താവ്, നിവരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, എല്ലാ തളർച്ചകളെ അങ്ങ് യേശുവിൻ്റെ നാമത്തിൽ മാറ്റുന്നതിന് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ആമേൻ പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി രോഗമുള്ള ഭാഗത്ത് കൈകൾ വെച്ച് യേശുവിനോട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ കടന്നു പോകുന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഈ ശരീരത്തിൽ തുടരുന്ന രോഗത്തോട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ആ രോഗം മാറിപ്പോകട്ടെ. ആ രോഗബന്ധനം അഴിഞ്ഞു പോകട്ടെ. ആ കിടക്കയിൽ നിന്ന് അവർ എഴുന്നേൽക്കട്ടെ. അവർ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ജോലിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ജോലി സ്ഥലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃപ ഇപ്പോൾ ഉണ്ടാകട്ടെ. ഞാൻ എൻ്റെ ജനത്തിന് ആരോഗ്യവും സൗഖ്യവും വരുത്തുമെന്ന് പറഞ്ഞ കർത്താവേ, ഇപ്പോൾ തന്നെ അവരുടെ മേൽ സൗഖ്യം വരട്ടെ, ആരോഗ്യം വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി ദൈവകൃപയിൽ പൊതിയുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ധാരാളമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. ഷലോം.